യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഏകദേശം വളരെ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്തത് ജൂലൈ 10-ന് ശേഷമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജൂലൈ 16-ാം തീയതിയായിരുന്നു നിമിഷപ്രിയക്ക് യമൻ കോടതി വധശിക്ഷ വിധിച്ചിരുന്നത്. അത് വലിയ ചർച്ചയായ ഒരു കാര്യം. അപ്പോൾ നിമിഷപ്രിയയുടെ കുടുംബം സ്വാഭാവികമായിട്ടും അവരെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിമിഷപ്രിയയുടെ അമ്മ യമനിൽ താമസിച്ച് തലാലിൻ്റെ കുടുംബവുമായി സംസാരിച്ച് അവർക്ക് വേണ്ട ദിയാധനം നൽകി നിമിഷപ്രിയയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഈ വയസ്സാം കാലത്തും ഇത്ര പ്രായമായിട്ടും അവർ യമനിൽ താമസിച്ചുകൊണ്ട്, അതായത് ഭാഷ കൊണ്ടോ മറ്റ് എന്താ പറയുക പെരുമാറ്റം കൊണ്ടോ പോലും യാതൊരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് സ്വന്തം മകൾക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിട്ട് തലാലിൻ്റെ കുടുംബവുമായിട്ട് ആശയവിനിമയം നടത്താനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ നിമിഷപ്രിയയുടെ അമ്മ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഈ നിമിഷപ്രിയയുടെ മോചനം എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജൂലൈ 10-ാം തീയതിക്ക് ശേഷം എങ്ങനെ നിമിഷപ്രിയയുടെ വധശിക്ഷ ഇല്ലാതാക്കി നിമിഷപ്രിയയെ മോചിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കാം, എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സർക്കാർ തലത്തിൽ നടത്തുന്നതിനിടയിലാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ഇടപെടൽ കാരണം സൂഫി പണ്ഡിതർ, അതായത് യമനിലുള്ള സൂഫി പണ്ഡിതർ തലാലിൻ്റെ കുടുംബവുമായിട്ട് സംസാരിക്കുന്നത്. തലാലിൻ്റെ കുടുംബവുമായിട്ട് സൂഫി പണ്ഡിതർ സംസാരിക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ കൂടി ആ ടീമിൽ ഉൾപ്പെടുകയും അവരെല്ലാവരും ചേർന്ന് തലാലിൻ്റെ കുടുംബവുമായിട്ട് സംസാരിക്കുകയും നിരന്തരം സംസാരിച്ചതിന് ശേഷം ആദ്യഘട്ടത്തിൽ ഈ വധശിക്ഷ മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. രണ്ടാമത് വധശിക്ഷ മരവിപ്പിച്ചു എന്നൊരു വാർത്ത വന്നതിന് ശേഷം ഈ നിമിഷപ്രിയയുടെ കുടുംബത്തിന് അതൊരു ആശ്വാസമാവുകയും ചെയ്തു. അതിനുശേഷം ആണ് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്യുന്ന വാർത്ത വരുന്നത്. അത് നിരന്തരം ഈ പറഞ്ഞതുപോലെ ഈ സൂഫി പണ്ഡിതർ തലാലിൻ്റെ കുടുംബവുമായിട്ട് സംസാരിക്കുകയും അതിനുശേഷം അവർ ദിയാധനം വാങ്ങി വധശിക്ഷ ഒഴിവാക്കി കൊടുക്കാം, മോചനം സാധ്യമാകുന്ന രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാക്കാം എന്ന ഒരു തീരുമാനത്തിന് പുറത്താണ് വധശിക്ഷ റദ്ദ് ചെയ്തു എന്ന സന്തോഷകരമായ വാർത്ത ഇന്ത്യയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇപ്പം നിലവിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലാലിൻ്റെ കുടുംബത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തലാലിൻ്റെ അച്ഛനും അമ്മയും ഭാര്യയ്ക്കും ഒരു അഭിപ്രായവും തലാലിൻ്റെ സഹോദരനും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്. തലാലിൻ്റെ സഹോദരന് നിമിഷപ്രിയയെ എത്രയും പെട്ടെന്ന് വധശിക്ഷ നടത്തണം, നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ കൊടുക്കണം എന്നതാണ് തലാലിൻ്റെ സഹോദരൻ്റെ ഏറ്റവും വലിയ ആവശ്യം. ഇത് അറ്റോർണി ജനറൽ ഉൾപ്പെടെയുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട കോടതിയിൽ ആരൊക്കെ വഴി കോടതിയെ ധരിപ്പിക്കാവോ അവർ വഴിയൊക്കെ തലാലിൻ്റെ സഹോദരനായ ഈ പറഞ്ഞതുപോലെ അവിടെ ധരിപ്പിക്കുകയും നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നത് ഒരു പ്രഷർ ആ കോടതിക്ക് മേൽ ചെലുത്താനുള്ള ഒരു ശ്രമവും ഈ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ച കാര്യം കേരളത്തിൽ വലിയ ആഘോഷമായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ് അത് എന്നതിനെ തുടർന്ന് ഈ വാർത്തയും മറ്റു കാര്യങ്ങളുമെല്ലാം തലാലിൻ്റെ സഹോദരന് ലഭിക്കുകയും തലാലിൻ്റെ സഹോദരൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫേസ്ബുക്കിൽ നിരന്തരം പോസ്റ്റ് ഇടുകയും ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റിലൊക്കെ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഞങ്ങൾ എന്ന് പറയുമ്പോൾ തലാലിൻ്റെ കുറിച്ചുള്ള അല്ലെങ്കിൽ തലാലിൻ്റെതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള പൂർണ്ണ അധികാരം തലാലിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കുമാണ്. തലാലിൻ്റെ സഹോദരൻ അങ്ങനെ ഒരു അധികാരമില്ല. കാരണം അച്ഛനും അമ്മയും ഭാര്യയും ജീവിച്ചിരിക്കുമ്പോൾ സഹോദരന് അതിൽ അഭിപ്രായം പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ അത് ആ അഭിപ്രായം മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. കാരണം അതൊരു വാല്യൂഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായമല്ല. അതുകൊണ്ട് തന്നെ ഈ തലാലിൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയതും അവിടുത്തെ സൂഫി പണ്ഡിതരുമായിട്ടൊക്കെ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സമ്മതിച്ചൊരു സംഭവമാണ്. അതായത് യാതനം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം നിരന്തരം പറയുകയും കോടതിയെ പോലും പ്രഷർ ചെലുത്തുന്ന രീതിയിലേക്കുള്ള ഒരു പെരുമാറ്റവും തലാലിൻ്റെ സഹോദരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പക്ഷേ അതേസമയം തലാലിൻ്റെ കുടുംബം ഈ ആക്ഷൻ കൗൺസിലാണല്ലോ പ്രധാനമായിട്ടും ഇത് എല്ലാം കൂടി ക്രോഡീകരിച്ച് ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. ആക്ഷൻ കൗൺസിൽ, ഇന്ത്യ ഗവൺമെൻറ്, സംസ്ഥാന സർക്കാർ, അതുപോലെ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, പിന്നെ വിവിധ MP-മാർ, MLA-മാർ തുടങ്ങി കേരളത്തിൽ നിന്ന് നമുക്ക് ചെലുത്താൻ പറ്റുന്ന മുഴുവൻ പ്രഷറും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തലാലിൻ്റെ കുടുംബം അവിടെ നിന്നും ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ, സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന
അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. എന്താണ് അവർ ബന്ധപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ദിയാധനത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നിലവിൽ ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് തലാലിൻ്റെ കുടുംബം നടത്തുന്നത് എന്നാണ് ആക്ഷൻ കൗൺസിലിൻ്റെ അഡ്വക്കേറ്റായിട്ടുള്ള സുഭാഷ് ചന്ദ്രൻ തന്നെ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. അപ്പോൾ ദിയാധനം എത്ര എന്നതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നതിനിടയിലാണ് നിരവധി ആളുകൾ ഈ ആക്ഷൻ കൗൺസിൽ സുഭാഷ് ചന്ദ്രനുമായിട്ടും മറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടും ബന്ധപ്പെടുന്നത്. ഞങ്ങൾ തുക തരാൻ തയ്യാറാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവരെ പല ആളുകൾ ബന്ധപ്പെടുന്നുണ്ട്. അതായത് ഞങ്ങൾ തുക തരാൻ തയ്യാറാണ്, നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഞങ്ങൾ പണം തരാം, എത്രയാണ് പണം എന്ന് നിങ്ങൾ പറയൂ, ഞങ്ങൾ ഒരു തുക തരാം, ബാക്കി അത് തികഞ്ഞില്ല എങ്കിൽ ബാക്കി കളക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഈ ദിയാധനത്തെക്കുറിച്ചുള്ള ചർച്ച അവസാനിക്കാത്തതുകൊണ്ട് എത്രയാണ് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അന്തിമമായിട്ടുള്ളൊരു തീരുമാനം വരാത്തത് കൊണ്ട് തന്നെ ഇതിൽ എത്ര തുക നമുക്ക് പിരിക്കാം, ആരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കണം എന്നതിനെക്കുറിച്ചുള്ള യാതൊരു ധാരണയും ഉണ്ടായിട്ടില്ല. കാരണം ഈ ദിയാധനത്തെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ ചർച്ച അവസാനിപ്പിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കാര്യമായിട്ടൊന്ന് ഇടപെടണം എന്നുള്ളതാണ് ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. പക്ഷേ കേന്ദ്ര സർക്കാരിനെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന ഒരു പരാതി അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഈ ആക്ഷൻ കൗൺസിലുണ്ട്. അതിൻ്റെ പ്രധാന കാരണം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ്. അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് എന്നൊരു ചോദ്യം ഇപ്പം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ കാന്തപുരത്തിൻ്റെ ഇടപെടലും അതോടൊപ്പം തന്നെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ ഇടപെടലും എല്ലാം കൊണ്ട് തന്നെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്യാൻ അവിടുത്തെ കോടതിയും അതോടൊപ്പം തന്നെ ഈ കുടുംബം എഴുതി കൊടുക്കാനും തയ്യാറായത്. അപ്പം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അത് ആരുടെ ഇടപെടലാണ്, ആരുടെ ക്രെഡിറ്റാണ് എന്ന രീതിയിൽ വിവിധ കോണുകളിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു, കാന്തപുരം അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തീരുമാനം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അതൊരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്നുകൂടി സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തതോടുകൂടി തൻ്റെ ഉത്തരവാദിത്വം അവസാനിച്ചു എന്നാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ചെയ്യാനുള്ളത് സർക്കാരാണ്. അത് കറക്റ്റാണ് അവർ പറയുന്നത്. കാരണം നിയമപരമായിട്ട് ഒരു കോടതി വേറൊരു രാജ്യത്തെ ശിക്ഷിക്കപ്പെട്ട ഒരാളെ അവിടുത്തെ നിയമത്തെ മറികടന്ന് അല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ ലൂപ്പോളുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് നിന്ന് ഒരാളെ മോചിപ്പിച്ച് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ രാജ്യത്തെ സർക്കാരിൻ്റെ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ അത്യാവശ്യമാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ നടന്നതിന് ശേഷം മാത്രമേ ഇനി നിമിഷപ്രിയയുടെ മോചനം അവിടെ നിന്ന് സാധ്യമാകൂ. ഇനി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുന്നതിന് മുമ്പ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിയാധനത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ലെറ്റർ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര രൂപ ദിയാധനം വാങ്ങിക്കുന്നു, ഇത്ര രൂപ ദിയാധനം വാങ്ങിച്ച് ഞങ്ങൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറഞ്ഞ് അവരെ ഈ പറഞ്ഞതുപോലെ കോടതിയെ ധരിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ കോടതിയെ ധരിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞതുപോലെ നിമിഷപ്രിയയ്ക്ക് അവിടെ നിന്ന് മോചനം സാധ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കും. അതിന് പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരാണ് ഇനി ഇടപെടലുകൾ നടത്തേണ്ടത്. നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി എല്ലാ കോണുകളിൽ നിന്നും കേന്ദ്ര സർക്കാരിലേക്ക് പ്രഷർ വരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് അധികം വൈകാതെ എടുക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിമിഷപ്രിയയുടെ മോചനം അധികം വൈകാതെ തന്നെ സാധ്യമാകും.